ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് വേകാൻ വെച്ചതാണ്. നല്ലോണം വെന്തിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്ത് പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം താളിച്ചെടുക്കണം. അപ്പോൾ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. അടിപൊളി കപ്പയാണ്. നല്ലോണം സൂപ്പറായിട്ട് വെന്തിട്ടുള്ളൊരു കപ്പയാണ്. അപ്പോൾ 2 പച്ചമുളകും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ചുമ്മാ ഒന്ന് ചതക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ആ വെള്ളരിച്ച് വെച്ച കിഴങ്ങിലോട്ട് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി വിട്ടതിന് ശേഷം നമുക്കത് കടുക് താളിച്ചിട്ട് ഇടാം. അപ്പോൾ നല്ല മയമായിട്ടുള്ള അടിപൊളി കപ്പയാണ്. കല്ല് പോലത്തെ കപ്പയൊന്നുമല്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതിൽ പച്ചമുളകിൻ്റെ ആ സ്മെല്ല് കാന്താരി ഉണ്ടെങ്കിൽ എന്നും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം ഇളക്കി വിട്ടതിന് ശേഷം നമുക്കതിലോട്ട് താളിക്കുക. അതിന് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും പരിപ്പും ഇട്ട് താളിച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ നാടൻ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലോണം തിന്നാം. അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.